കോൺഗ്രസിൽ പിടിമുറുക്കി സാമുദായിക ശക്തികൾ. മുസ്ലിം സമുദായ നേതാക്കളുടെ പിടിയിൽ അമർന്ന് കോൺഗ്രസ്. കേരളത്തിൽ കാലങ്ങളായി നിലനിന്നിരുന്ന രണ്ട് മുന്നണി സംവിധാനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും CPM നേതൃത്വം നൽകുന്ന LDFും. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, KM മാണി തുടങ്ങിയവർ UDFിനെ നയിച്ചപ്പോൾ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കാനം രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കന്മാർ LDFിന് നേതൃത്വം നൽകി. കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ മരണം വരെ UDFിൽ എല്ലാം ഭദ്രമായിരുന്നു. എന്നാൽ KM മാണിക്ക് ശേഷം മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകൾ കൈയടക്കുന്നതിനു വേണ്ടി കോൺഗ്രസും PJ ജോസഫും ചേർന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയെ UDFിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് സംഭവിച്ചത് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന്റെ പിൻബലത്തിൽ LDF അധികാരത്തിലെത്തി. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും രമേശ് ചെന്നിത്തല മാറി VD സതീശൻ പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തതോടെ കോൺഗ്രസ് പാർട്ടി ദുർബലമാവുകയും ലീഗ് UDFിൽ പിടിമുറുക്കുകയുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ലീഗ് കൂടുതൽ ശക്തരായി മാറി. ഇതോടെ UDFിലെ സാമുദായിക സന്തുലനം നഷ്ടപ്പെടുകയായിരുന്നു. പഴയ UDF അല്ല ഇപ്പോഴത്തെ UDF. പഴയ UDFിൽ എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയും KM മാണിയും ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ നേതാക്കൾക്ക് മുന്നണിയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ UDF മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ നിയന്ത്രണത്തിലാണെന്ന പരാതിയാണ് ഉയരുന്നത്. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ഭീകര ഗ്രൂപ്പുകളുടെ അധിനിവേശ സ്വാധീനത്തിൽ തിരിച്ചടികൾ നേരിടേണ്ടി വരിക കേരളത്തിലെ ക്രൈസ്തവരായിരിക്കുമെന്ന ആശങ്കയാണ് വിശ്വാസികൾ പങ്കുവെക്കുന്നത്. എന്നാൽ സഭാ നേതൃത്വത്തിന് ഇപ്പോഴും ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല എന്ന് നടിക്കുന്നുവെന്ന ആക്ഷേപമാണ് വിശ്വാസികൾ ഉയർത്തുന്നത്. മുൻ UDF ഭരണത്തിൽ പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം, വ്യവസായം, ന്യൂനപക്ഷ വകുപ്പ് തുടങ്ങി ഏറ്റവും തന്ത്രപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. വീണ്ടും UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളെല്ലാം ലീഗ് കരസ്ഥമാക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കളും ഏറെ ശക്തരാണ്. ഭാവി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാണിക്കപ്പെടുന്ന നേതാവാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി നിലപാടുകൾ രൂപപ്പെടുത്തുവാനും തന്ത്രങ്ങൾ രൂപപ്പെടുത്തുവാനും സഭാ നേതൃത്വത്തിനും സാധിക്കുന്നില്ല. സഭയ്ക്കുള്ളിലും സഭകൾ തമ്മിലുമുള്ള അനൈക്യങ്ങൾ മാത്രമല്ല പ്രശ്നം. അംഗബലം കൊണ്ടും സ്വാധീനം കൊണ്ടും കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സിറോ മലബാർ സഭ ഇതുവരെ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. സഭാ പിതാക്കന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ അക്ഷരം പ്രതി അംഗീകരിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. സഭയുടെ സമുദായ ശാക്തീകരണ പ്രവർത്തനങ്ങൾ പോലും പ്രായോഗിക തലത്തിൽ എത്രമാത്രം വിലപ്പോകുമെന്ന് വിലയിരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ക്രിസ്ത്യാനികളെ വിശ്വസിച്ച് നിലമ്പൂരിൽ മത്സരിച്ച BJPക്കും കിട്ടിയത് 8ന്റെ പണിയാണ്. ഇനിയെങ്കിലും അന്ധമായ UDF സ്നേഹം ഉപേക്ഷിച്ച സമുദായത്തിന് ഗുണം ചെയ്യുന്നവരെ രാഷ്ട്രീയം നോക്കാതെ പിന്തുണയ്ക്കണമെന്ന വികാരമാണ് ക്രൈസ്തവ വിശ്വാസികളിൽ നിന്ന് ഉയരുന്നത്.